തജിക്കിസ്ഥാനിൽ ദങ്കാരയിൽ വന്നിട്ട് ഇന്ത്യൻ ചായയൊക്കെ കുടിച്ചിട്ടൊക്കെയാണ് കേട്ടോ. വേറെ എങ്ങനെയുള്ളത് നമ്മുടെ ദങ്കാരയിലെ കത്തലൂൺ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിൻ്റെ ഹോസ്റ്റലിലാണുള്ളത്. ഇവിടെ വന്ന കാര്യങ്ങളൊക്കെ കണ്ടു, ഒരുപാട് സന്തോഷമായി. കാര്യം വേറൊന്നല്ല, വളരെ അടിപൊളി ഒരു യൂണിവേഴ്സിറ്റി, അത് കൂടാണ്ട് ഭയങ്കര ഫെസിലിറ്റിയും ഭയങ്കര സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഹോസ്റ്റൽ. ഇന്ത്യൻ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഒരു സെപ്പറേറ്റ് ഹോസ്റ്റലാണ്. പിന്നെ ഇവിടെ വന്നപ്പോൾ നമ്മുടെ തൃശ്ശൂർക്കാരനായിട്ടുള്ള ഫയർസ് ഡോക്ടറിനെ കണ്ടു. ഓൾറെഡി ഫയർസ് ഡോക്ടറിനെ കുറിച്ച് ചേർത്തൊരു വീഡിയോ ഒക്കെ എടുത്തതായിരുന്നു. ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര കാംഫുൾ ആയിട്ടുള്ള സ്ഥലം. അത്യാവശ്യം നല്ല പോപ്പുലേറ്റഡ് സിറ്റിയാണ്, പക്ഷേ എങ്കിൽ ഭയങ്കര കാംഫുള്ളാണ്. ആൾക്കാരൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി. എസ്പെഷ്യലി നമുക്ക് എന്തുണ്ട്, ഇവിടെ ഒരു ഇന്ത്യൻ കെയർ ടേക്കർ ഉണ്ട്. 24/7 എന്ന രീതിയിൽ സ്റ്റുഡൻസിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ആളിവിടെ അവൈലബിൾ ആണ്. അതാണ് ഏറ്റവും വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളി കോമ്പൗണ്ടഡ് ആയിട്ടുള്ള ഒരു ഹോസ്റ്റൽ. സോ സ്റ്റുഡൻസിന് സേഫ്റ്റി എന്ന് പറഞ്ഞ കാര്യത്തിന് അത് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു 5 minutes വാക്കിംഗ് ഡിസ്റ്റൻസിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കോളേജിൽ എത്താനായിട്ട് പറ്റും. സോ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഹോസ്റ്റലിൻ്റെ അകമൊക്കെ എങ്ങനെയാണെന്നൊന്ന് നോക്കിയാലോ. നോർമലി നമ്മൾ എസ്പെഷ്യലി സൗത്ത് ഇന്ത്യൻ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിട്ട് പുറത്ത് പോയി പഠിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഹോസ്റ്റൽ എന്ന് പറഞ്ഞാൽ വലിയൊരു കൺസേൺ തന്നെയാണല്ലേ. സോ ഇവിടെ നമ്മൾ ഹോസ്റ്റലിനകത്തോട് വരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മുടെ ഒരു കോമൺ ഏരിയ ഉണ്ട് സ്റ്റുഡൻസിന് ഫ്രീ ടൈമിലൊക്കെ വന്നിരിക്കാനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട്. അവിടെ കുറച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, ലെങ്തി ആയിട്ടുള്ള വുഡൻ സോഫയൊക്കെ ഇട്ടിട്ടുണ്ട്, വുഡൻ ആൻഡ് മെറ്റലിക് സോഫയൊക്കെ ഇട്ടിട്ടുണ്ട്. കൊള്ളാം, പിള്ളേർക്ക് ഫ്രീ ടൈമിൽ വന്നിരിക്കാനും അവർക്ക് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനായിട്ട് അത്യാവശ്യം നല്ല സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ടോട്ടലായിട്ട് ഒരു 5 ഫ്ലോറാണ് ഈ ഹോസ്റ്റലുള്ളത്. ഒരു ഫ്ലോറിൽ ഏകദേശം 100-ലധികം സ്റ്റുഡൻസിന് നിൽക്കാനായിട്ട് പറ്റും. വൺസ് നമ്മൾ ഹോസ്റ്റലിൻ്റെ ഉള്ളിലോട്ട് വന്നു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലായിട്ട് ഫയർ സാറേ, ഇതാണ് നമ്മുടെ ഫയർസ് ഡോക്ടർ കേട്ടോ. ആൾ തൃശ്ശൂർക്കാരനാണ്. ഓക്കെ, ആളെ ക്ലാസ്സിലോട്ട് പോകാനായിട്ട് നിൽക്കുകയാണ്. എന്തായാലും പുള്ളി നമ്മൾ ഫ്രീ ആക്കത്തില്ല. ഇന്ന് മൊത്തം നമ്മളോടൊപ്പം തന്നെ പോകണമെന്ന് പറഞ്ഞിട്ട് പുള്ളി കസാക്കിൽ പഠിച്ച് അത് കഴിഞ്ഞിട്ട് നമ്മുടെ പാലക്കാടൊക്കെ വർക്ക് ചെയ്തതാണ്. അതിൻ്റെ ഷെയ്ഡ് എക്സാം എഴുതി ഇങ്ങോട്ട് കയറിയതാണ്. ഫുഡ് കഴിച്ചോ? ഓക്കെ, സോ ഇതാണ് നമ്മുടെ കിച്ചൺ വരുന്നത്. കയറുമ്പോൾ തന്നെ ഗ്രൗണ്ട് ഫ്ലോറിൽ നമ്മുടെ വളരെ സ്പേഷ്യസും ഭയങ്കര നീറ്റൊക്കെ ആയിട്ടുള്ള ഒരു കിച്ചൺ ഉണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വന്നു കഴിയുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് എന്തുണ്ട്, നമ്മുടെ ഓഫീസ് റൂം ഉണ്ട്. ഇതാണ് നമ്മുടെ ഓഫീസ് റൂം. സ്റ്റുഡൻസിന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യണമെങ്കിലും ഒക്കെ വേണ്ടിയിട്ടുള്ള ഓഫീസ് റൂം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ സ്റ്റുഡൻസിന് ഇരുന്നിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഡൈനിങ് ഏരിയയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ദെൻ പിന്നെ വരുന്നതെന്ന് പറയുന്നത് നമ്മുടെ സ്റ്റുഡൻസിൻ്റെ റൂം, ടോയ്ലറ്റ്സ് അങ്ങനെയൊക്കെയുള്ള സംഭവമാണ്. ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും സെപ്പറേറ്റ് തന്നെ ചെയ്തിട്ടുണ്ട്. അതായത് ടോയ്ലറ്റ്സും ബാത്ത് ഏരിയ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റുഡൻസിന് അതുകൊണ്ട് തന്നെ പിന്നെ യാതൊരു തരത്തിലുള്ള ഇൻഫെക്ഷൻസോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഒരിക്കലും ഉണ്ടാവാനായിട്ട് പോകുന്നില്ല. ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ടോയ്ലറ്റ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. then ഇവിടെ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ നമ്മുടെ റൂംസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, സോ നമ്മുടെ എല്ലാ റൂമും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്ത് ബാൽക്കണിയോടുകൂടിയുള്ള റൂമാണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ പിന്നെ ലോണ്ടറി ഏരിയ ആണ്. അവിടെ വാഷിംഗ് മെഷീൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ ഫ്ലോറിലും ഇത്തരത്തിലുള്ള ഒരു 3 വാഷിംഗ് മെഷീൻ റൂംസ് ഉണ്ട്. അപ്പോൾ സ്റ്റുഡൻസിന് ഡ്രസ്സ് ഉണങ്ങാനിടാനോ അല്ലെങ്കിൽ ഡ്രസ്സ് അലക്കാനൊക്കെ വേണ്ടിയിട്ട് എന്തുണ്ട്, സെപ്പറേറ്റ് ഏരിയ ഉണ്ട്. ദെൻ റൂമിനകത്ത് പോകുന്ന സമയത്ത് ഒരു ബാൽക്കണി ഉണ്ട്. നമുക്കിവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ 4 ഷെയറിംഗ് റൂംസ് ആണ്. പക്ഷേ ഇപ്പോൾ എന്തുണ്ട്, ഫ്രീ റൂംസ് ഉള്ളതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിന് എന്ത് ചെയ്തിട്ടുണ്ട്, 2 ഷെയറിംഗ് റൂംസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊരു റൂം കൂടെ ഒന്ന് കണ്ടു നോക്കാം. ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കോളേജിലോട്ട് പോകുന്നുണ്ട്. ഫസ്റ്റ് മോർണിംഗ് കോളേജിലാണ് വന്നത്. കോളേജിൽ വന്നതിന് ശേഷമാണ് പിന്നെ എന്ത് ചെയ്തത്, ഇങ്ങോട്ട് വന്നത്. സോ എന്തായാലും നമുക്കൊന്ന് കോളേജ് കൂടെ പോയി കണ്ടു നോക്കാം.